നമസ്കാരം സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ബാങ്കിംഗ് ഓഹരികൾ ഇന്നും ഒരു വിൽപ്പനാ സമ്മർദ്ദം തുടരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിഫ്റ്റി ഇപ്പോൾ 25,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് കൈവിട്ടുകൊണ്ട് താഴോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ആദ്യ മണിക്കൂറുകളിലുള്ളത്. സൂചികകളിലെല്ലാം തന്നെ ഒരു റെഡിലാണ് ട്രേഡിംഗ് നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. മെറ്റൽ, മീഡിയ, IT സൂചിക ഒഴിച്ച് മറ്റെല്ലാ സൂചികകളും ഇന്ന് ചുവപ്പിലാണ് വ്യാപാരം നടത്തുന്നത്. ബാങ്കിംഗ് ഓഹരികൾ തന്നെയാണ് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആക്സിസ് ബാങ്ക്, HDFC ലൈഫ്, ഭാരതി എയർടെൽ, SBI ലൈഫ്, ശ്രീറാം ഫിനാൻസ് പോലുള്ള ബാങ്കിങ്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളാണ് ഏറ്റവും അധികം ഒരു ഡ്രാഗ് ചെയ്യുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് തുടക്കത്തിൽ മോർണിംഗ് നമ്മൾ സംസാരിച്ചിരുന്ന 25,000 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സാഹചര്യത്തിൽ ഇനി ശ്രദ്ധിച്ചിരിക്കാൻ പറ്റിയ ലെവലുകൾ നോക്കുകയാണെങ്കിൽ 24,800 എന്ന റേഞ്ചിലുള്ള സപ്പോർട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നിലവിൽ 140 പോയിന്റിന്റെ നഷ്ടത്തിൽ 24,963 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ 24,925 ആണ്. സോ 24,900, 24,800, 24,700 റേഞ്ചുകളിൽ നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്സൈഡിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈ 25,144 ആണ്. അത് ആദ്യ മിനിറ്റുകളിലാണ് ഈ ഒരു ഇൻട്രാഡേ ഹൈയിലേക്ക് ടച്ച് ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ഒരു 20 തന്നെയാണ് നിഫ്റ്റിയിൽ കാണുന്നത്. സോ നമുക്ക് 24,150, 24,200, 25,150, 25,200, 25,300 എന്ന റേഞ്ചുകളിലാണ് നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആ ഒരു റേഞ്ചിലോട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം റിലയൻസും HDFC ബാങ്ക് അങ്ങനെയുള്ള പ്രധാന ഹെവി വെയ്റ്റ്സ് ഒക്കെ ഇന്ന് റെഡിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഓൾമോസ്റ്റ് 1% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. റിലയൻസിൻ്റെ റിസൾട്ട് ഇന്ന് വരാനിരിക്കുന്നുണ്ട്. HDFC മറ്റ് പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളുടെ ഒക്കെ റിസൾട്ടുകൾ നാളെ വരാനിരിക്കുന്നുണ്ട്. സോ ഈ ഓഹരികളിൽ തുടരുന്ന ആ ഒരു ഇടിവ് ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം റിക്കവറി പോസിബിൾ ആണെന്നുള്ളത് സംശയമാണ്. ഏതായാലും ഈ വീക്കിലി പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഒരു ലോസിലോട്ട് പോകാനുള്ള പ്രവണത തന്നെയാണ് നിഫ്റ്റി കാണിക്കുന്നത്. ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ നോക്കാം. ആദ്യം റിസൾട്ട് വന്ന കമ്പനികളിൽ ബ്രോക്കറേജ് നൽകുന്ന വ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആക്സിസ് ബാങ്ക് 6% ഇടിവ് ഇൻട്രാഡേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, എക്സ്പെക്റ്റ് ചെയ്ത ഒരു പെർഫോമൻസ് ആക്സിസ് ബാങ്കിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പ്രോഫിറ്റിലാണെങ്കിൽ ഒരു കുറവ് രേഖപ്പെടുത്തി, മാർജിനാണെങ്കിൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒന്നും ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകളൊക്കെ തന്നെ ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രോക്കറേജും സെൽ എന്ന റെക്കമെൻഡേഷൻ കൊടുത്തിട്ടില്ല. ഹോൾഡ് ചെയ്യുക എന്നുള്ള ആ ഒരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ പല അനലിസ്റ്റുകളും ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെ വ്യൂ ആണെന്ന് നമുക്ക് നോക്കാം. നുവാമ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. 1,180 രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില. 1,400 രൂപയായിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത്. JP മോർഗൻ ന്യൂട്രൽ എന്ന സ്റ്റാൻസിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസാണ് നൽകിയിരുന്നത്. 1,315 രൂപയിൽ നിന്നും 1,265 രൂപയാക്കിയിട്ട് ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട്. എന്നാൽ ബേൺസ്റ്റൈൻ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. പക്ഷേ 1,300 രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത്. CLSA ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നു. 1,350 രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത്. 1,400 രൂപയാണ് ഇതിന് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻവെസ്റ്റെക് എന്ന് പറഞ്ഞ ബ്രോക്കറേജ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 1,430 രൂപ മുമ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ 1,380 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട്. 42 അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് ആക്സിസ് ബാങ്കിന് നൽകുന്നത്. 10 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനും നൽകുന്നുണ്ട്. സെൽ എന്ന റെക്കമെൻഡേഷൻ ആക്സിസ് ബാങ്കിന് ലഭിച്ചിട്ടില്ല. LTI മൈൻട്രിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു വ്യൂ ബ്രോക്കറേജുകൾ പങ്കുവച്ചിട്ടുണ്ട്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് LTI മൈൻട്രിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു നേട്ടം കൈവിട്ട് 3% ഒരു ഇടിവിലേക്ക് LTI മൈൻട്രിയുടെ ഓഹരികൾ പോയിട്ടുണ്ട്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഓഹരിയിൽ കാണുന്നുണ്ട്. HSBC എന്ന ബ്രോക്കറേജ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 6,000 രൂപയാണ് മുൻപ് 6,000 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നുവാമ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നു. 6,200 രൂപയിലേക്ക് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 5,400 രൂപയാണ് മോർഗൻ സ്റ്റാൻലി നൽകുന്ന ടാർഗറ്റ് പ്രൈസ്. നോമുറ ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത്. 5,040 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. 42 അനലിസ്റ്റുകളിൽ 20 അനലിസ്റ്റും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 11 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവും നൽകുന്നുണ്ട്. ബാക്കിയുള്ള അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി
മറ്റ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ ന്യൂജൻ സോഫ്റ്റ്വെയറിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂ നോക്കാം. UBS ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 1300 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 1400 മുൻപ് നൽകിയിരുന്നത്, പക്ഷേ ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട്. ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ജെഫറീസ് ഇപ്പോൾ ന്യൂജന് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഹോൾഡ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. 965 രൂപയിൽ നിന്നും 835 രൂപയിലേക്ക് ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിക്യാബ് ഇന്ത്യയിൽ ജെഫറീസ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 8180 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 7150 രൂപയായിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പ്രോഫിറ്റും സെയിൽസും ഏറ്റവും ഉയർന്ന ഒരു കണക്കുകളാണ് ഇപ്പോൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ പോളിക്യാബിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രോക്കറേജ് ബുള്ളിഷായിട്ട് തുടരുന്നത്. UBS ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 8100 രൂപ തന്നെയാണ് UBS ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത്. 7150 ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ മക്വയറി ഇപ്പോൾ ഒരു 2300 രൂപ ടാർഗറ്റ് പ്രൈസ് നൽകിക്കൊണ്ട് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. Q1 ഇവരെ സംബന്ധിച്ച് ഒരു വളർച്ചയൊക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഡിജിറ്റൽ പോർട്ട്ഫോളിയോയിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ മറ്റുള്ള സെഗ്മെൻറ്റിൽ അത്ര തന്നെ ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ ഒരു ഔട്ട് പെർഫോമൻസ് ഓഹരിക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മക്വയറി ഇപ്പോൾ വിശ്വസിക്കുന്നു. ഇനി 361 വാം കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനിയാണ്. ജെഫറീസ് ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 1270 രൂപയിൽ നിന്നും 1390 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അവരുടെ മാർക്ക് ടു മാർക്കറ്റ് ഗെയിൻസ് ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് തുടർന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ പക്ഷെ ഒരു നേരിയ കുറവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും വരും ക്വാർട്ടേഴ്സിൽ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന എക്സ്പെക്ടേഷൻസ് ജെഫറീസ് പങ്കുവയ്ക്കുന്നുണ്ട്. കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ആണ് അടുത്തൊരു സ്റ്റോക്ക്. ഇതിന് നുവാമ ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 210 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നുവാമ കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഹോട്ടൽസിന്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. മക്വയറി ഇപ്പോൾ ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 800 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ജെഫറീസും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. പക്ഷേ 960 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് 980 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. HDFC AMCക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ബ്രോക്കറേജുകൾ വ്യൂ നൽകുന്നുണ്ട്. മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 4910 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ജെഫറീസ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 6100 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ടെന്ന് ജെഫറീസ് കണക്കാക്കുന്നുണ്ട്. വിപ്രോയുടെ റിസൾട്ടിന്റെ ബേസിസിൽ മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് സ്റ്റാൻസ് ആണ് നൽകുന്നത്. 285 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ജെഫറീസ് അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 235 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് റിസൾട്ട് വന്ന കമ്പനികളിൽ ഒരു വ്യൂ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ബ്രോക്കറേജുകളും ഈ സ്റ്റോക്കുകളിൽ ഒരു വ്യൂ പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആൻറ്റിക് HDFC AMCക്ക് 6200 രൂപ ടാർഗറ്റ് പ്രൈസ് നൽകുന്നുണ്ട്. 12% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. നുവാമ വിപ്രോയ്ക്ക് ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത്. 270 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് ബ്രോക്കറേജുകളും 12 മാസ കാലയളവിലേക്കാണ് സ്റ്റോക്കിൻ്റെ വ്യൂ പങ്കുവച്ചിരിക്കുന്നത്. ഇനി 12 മാസ കാലയളവിൽ മറ്റ് ബ്രോക്കറേജുകൾ നൽകുന്ന മറ്റ് ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോത്തിലാൽ ഒസ്വാൾ JSW സ്റ്റീലിന് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണുന്നുണ്ട്. 1180 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 14% അടുത്തൊരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്ലെൻമാർക്ക് ഫാർമയ്ക്ക് ചോയ്സ് ബ്രോക്കിങ്ങും ഇപ്പോൾ ഒരു ബുള്ളിഷ് വ്യൂ നൽകിയിട്ടുണ്ട്. ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 2545 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് 15% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ആക്സിസ് സെക്യൂരിറ്റീസ് ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 385 രൂപ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് 20% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് കരുതുന്നത്. ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ സെറ സാനിറ്ററി വെയറും ഉൾപ്പെട്ടിട്ടുണ്ട്. ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 8500 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് കരുതുന്നത്. ഇനി മോത്തിലാൽ ഒസ്വാളിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്രയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോത്തിലാൽ ഒസ്വാൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 2000 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതായത് നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 24% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹരിന്മേൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റിസൾട്ട് വന്ന സ്റ്റോക്കുകളിലുള്ള ബ്രോക്കറേജുകളുടെ വ്യൂവും അതോടൊപ്പം തന്നെ നമുക്കൊരു 12 മാസ കാലയളവിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കറേജുകൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച്
ഓഹരികളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്കുകളെക്കുറിച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. പഠിച്ചതിന് ശേഷം വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഇത്തരം സ്റ്റോക്കുകൾ പൊസിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.